ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരെ ആരാണ് യഥാർത്ഥത്തിൽ പ്രവർത്തിക്കുന്നത് എന്ന കാര്യം കൃത്യമായി തന്നെ സഭയിൽ അവതരിപ്പിക്കുകയാണ് മഞ്ഞളാംകുഴി അലി. ധനാഭ്യർത്ഥന ചർച്ചയിൽ സംസാരിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള ചില സംഭവങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അലി സംസാരിച്ചത്. എന്നാൽ മന്ത്രിയായിരുന്ന കെ രാധാകൃഷ്ണനെ നാട് കടത്തി എന്നുള്ള വാക്ക് അലി പറഞ്ഞപ്പോൾ അതിൽ പിടിച്ചു കയറാനാണ് ഇടതുപക്ഷം ശ്രമിച്ചത്. പക്ഷേ താൻ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു മഞ്ഞളാംകുഴി അലി. അതോടെ സഭ അല്പം ബഹളമായിരുന്നു. അദ്ദേഹത്തിന്റെ ആ പ്രസംഗത്തിലേക്ക് പട്ടികജാതി വർഗത്തിനെ പറ്റി പറയുകയാണെങ്കിൽ 1957 മുതൽ ഈ പ്രാവശ്യം മാത്രമാണ് സർ ഒരു SC വകുപ്പിൽ നിന്ന് ഒരു മന്ത്രി ഇതുവരെയും കേരളത്തിലില്ലാത്തത്. അദ്ദേഹം പുതിയ മന്ത്രിയെ ഞാൻ അഭിനന്ദിക്കുന്നു. അദ്ദേഹം ST വകുപ്പിൽ നിന്ന് വന്നതാണ്, വളരെ കാര്യമായിട്ട് കാര്യങ്ങൾ നടത്തുന്ന ഒരാളാണ്. പക്ഷെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് സർ ഒരു പട്ടികജാതിക്കാരനായ ഒരു മന്ത്രി ഇല്ലാത്തത്. പൊതുസമ്മതി ഉണ്ടായിരുന്ന കെ രാധാകൃഷ്ണൻ ഇവിടെ നിന്ന് നാടുകടത്തി. പിന്നെ അല്ലാതെ ഒരു സംശയവുമില്ല, നല്ല നല്ല കുറെ ആൾക്കാരെ കൽപ്പിച്ചു കൂട്ടി നിങ്ങൾ ഇവിടെ നിന്ന് മത്സരിപ്പിച്ച് ഇവിടെ നാടുകടത്തിയ സർ ചെയ്തത്. വളരെ ഭംഗിയായിട്ട് കാര്യങ്ങൾ നടത്തുന്ന ഒരാൾ എന്തിനാ സാർ ഇത്? അതുപോലെ ഇപ്പോഴത്തെ മന്ത്രിയിൽ നിന്നും ദേവസ്വവും അതുപോലെ തന്നെ നിയമം പാർലമെന്റ് കാര്യ വകുപ്പുകളും എടുത്തു മാറ്റിയത്, അതിനെപ്പറ്റി സർ ഇതിനോദയം പല ആൾക്കാരും കൊണ്ട് ഞാൻ അതിനെപ്പറ്റി പറയുന്നില്ല. അദ്ദേഹത്തിന്റെ അടുത്ത് എന്തിനാണ് സർ ദേവസ്വവും നിയമവും പാർലമെന്റ് കാര്യ വകുപ്പുകളും മാറ്റിയത്? അത് ശരിയല്ല സർ. സർ, ആദിവാസി ക്ഷേമത്തിനായുള്ള പ്രഖ്യാപനങ്ങളും വാഗ്ദാനങ്ങളും എല്ലാം 10% പോലും നടപ്പിലാക്കപ്പെട്ടിട്ടില്ല എന്നതാണ് സർ വാസ്തവം. സംസ്ഥാനത്തിന് ഏകദേശം 1.5 ലക്ഷം. എന്താണ് മന്ത്രി ബാബു മന്ത്രി ജനങ്ങൾ തെരഞ്ഞെടുത്തയച്ചത് വിജയിപ്പിച്ച ഒരു അംഗത്തെ ഞങ്ങൾ നാടുകടത്തി എന്ന നിലയിലുള്ള വാചകം ഉപയോഗിച്ചു. അത് അങ്ങേയറ്റം ഖേദകരമാണ്. ജനങ്ങളുടെ വിധിക്കെതിരായ അതീവ ഗുരുതരമായ ആരോപണമാണത്. ദയവായി ബഹുമാനപ്പെട്ട മെമ്പർ അത് പിൻവലിക്കണം എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. ബഹുമാനപ്പെട്ട മന്ത്രിയുടെ അഭിപ്രായമായിരിക്കാം, എൻ്റെ അഭിപ്രായം നേരെ മറിച്ചാണ്. ഇദ്ദേഹത്തെ ഇവിടുന്ന് നാട് കടത്തിയത് തന്നെയാണ്. അദ്ദേഹം വളരെ നല്ലൊരു മനുഷ്യനായിരുന്നു. എന്തിനാണ് സർ അതേപോലെ ഒരു സഖാവിനെ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാൻ പറ്റുമോ? രാധാകൃഷ്ണനെ പോലുള്ള ഒരു സഖാവിനെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? കുറെ ആൾക്കാരെ കൽപ്പിച്ചൂട്ടി ഇവിടുന്ന് പറഞ്ഞേക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തി, അത് നടന്നില്ല. തിരിച്ചയച്ചു. അത് അദ്ദേഹത്തിന്റെ പേഴ്സണാലിറ്റി കൊണ്ട് തന്നെയാണ് സർ. സർ, ആദിവാസി അതുപോലെ തന്നെ വാഗ്ദാനങ്ങളും എല്ലാം 10% പോലും നടപ്പിലാക്കപ്പെട്ടില്ല എന്നതാണ് സർ വാസ്തവം. സംസ്ഥാനത്ത് 1.5 ലക്ഷം പട്ടികവർഗ കുടുംബങ്ങളുള്ളതിൽ ഏകദേശം 15,000 സർ. ഇതിലെ പകുതിയോളം കുടുംബങ്ങൾക്ക് സ്വന്തമായി ഭൂമിയില്ല. ഇനിയിരിക്കും, ഞാൻ വഴങ്ങുന്നില്ല. പ്ലീസ് ഡൗൺ. ഞാൻ ഒരു പ്രാവശ്യം വഴങ്ങി. പ്ലീസ് ഡൗൺ. നാളിതുവരെയുള്ള ഭവന നിർമ്മാണ പദ്ധതികളുടെ പ്രയോജനം സർ. എന്താണ് സർ ഇതിങ്ങനെ? കഴിഞ്ഞ 8 വർഷത്തിനിടെ വിവിധ കേന്ദ്ര സംസ്ഥാന പദ്ധതികൾക്കായി അട്ടപ്പാടിയിൽ ചെലവഴിച്ചത് 250 കോടിയിലധികം രൂപയാണ് സർ. ഇത്രയൊക്കെ ചെലവഴിച്ചിട്ടും പട്ടികവർഗ വിഭാഗത്തിന്റെ ജീവിതത്തിൽ അങ്ങയുടെ റിപ്പോർട്ടാണ് സർ. അതൊന്ന് ശ്രദ്ധിക്കണം. ഇന്നത്തെ പട്ടികവർഗ വികസന വകുപ്പ് മന്ത്രി നിയമസഭാ സമിതി അധ്യക്ഷനായിരിക്കെ സമർപ്പിച്ച റിപ്പോർട്ടിലെ വാചകങ്ങളാണ് സർ ഇത്. അട്ടപ്പാടി മേഖലയിൽ കഴിഞ്ഞ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ശിശുമരണങ്ങളുണ്ടായിട്ടുണ്ട് എന്ന കാര്യം കൂടി ഈ സന്ദർഭത്തിൽ ഓർമ്മിപ്പിക്കേണ്ടതാണ്. ബഹുമാനപ്പെട്ട മന്ത്രി സ്വന്തം റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാനിതിനെ സർ എതിർക്കുന്നു.